ഇതാ ഒരു സമാധാനം ഇല്ലടാ. വർഷം വീട്ടിലെപ്പം കുഴപ്പാടാ, അമ്മയും പെങ്ങളും തമ്മിൽ. എനക്കും ഒരു മനസമാധാനം തന്നു, പുറക്ക് വരെ ഇല്ലാണ്ട്. നിന്നെ ഏടെല്ലാം നോക്കി ഞാൻ. എന്താ രേഷേട്ടാ? എടാകിലൊരു പ്രതീക്ഷയായിരുന്നു അത്, അതും പോയി. ആ കൊറിയയുടെ ഇന്നലെ കൊറിയായിരുന്നില്ലേ, അത് വേറെ വിളിച്ചു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണ്ടേ? മൊത്തം പ്രശ്നമാടാ, കടത്തോട് കടം. വീട്ടിലേക്ക് അങ്ങനെ 4 മണിക്ക് 5 മണിക്കെല്ലാം ഇറങ്ങേണ്ട അവസ്ഥയെ വരുന്നു. നീ തൽക്കാലം ഒരു 1000 റുപ്യ ഉണ്ടാവും മറിക്കാൻ. 1000 റുപ്യ? നീ പിന്നെ വലിയ കൂളിംഗ് ഗ്ലാസ് ജീൻസ് ഇതെല്ലാം ഇട്ടിട്ട് നടക്കുന്നത്, 10 റുപ്യ ഇല്ല അല്ല കയ്യില്. ഇതാ മൊത്തം പ്രശ്നടാ, പ്രശ്നത്തോട് പ്രശ്നം തന്നെ. പ്രശ്നം തീർന്നിട്ടില്ലേ? ഇല്ലാന്ന്, ഇപ്പൊ പണീന്റെ ടെൻഷൻ, ഏറ്റെടുത്ത വർക്കൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല, ഉറക്കില്ല, ആകെ പ്രശ്നം തന്നെ. രേഷേട്ടാ, നിങ്ങളെല്ലാ പ്രശ്നം തീരും. 99% പ്രശ്നം തീരും. എപ്പോഴാണെന്നറിയോ? ക്രോണിക് ആയിട്ട് അസുഖം വരും. ഇപ്പൊ ഉദാഹരണം ഷുഗർ, പ്രഷർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറാത്ത രോഗമില്ലേ, അങ്ങനെല്ലാം വരുമ്പോ നിങ്ങളെല്ലാം പ്രശ്നം തീരില്ല. അപ്പൊ ആദ്യം എന്താ വേണ്ടതറിയോ? ഇല്ല ലൈഫ് എൻജോയ് ചെയ്യും. ഈ പ്രശ്നവും പ്രാരാബ്ദം പറയല്ല, കേട്ട് മടുത്ത്. നീ പറഞ്ഞ വളരെ ശരിയാടാ. മനസ്സിലായല്ലേ? എന്നാലും 100 ആവൂല അല്ലെ, 99 തന്നെ നിക്കും. ആരോട് ഞാൻ പറഞ്ഞു? എടാ, നീ ഇന്നലെ പറഞ്ഞ 1000 എന്താ? ആയിരൊന്നുമില്ല. ചെലവിന് പൈസ